പശ്ചിമേഷ്യയിൽ ശക്തമായി നാവികസേന നിലയുറപ്പിച്ചിരിക്കെ അമേരിക്കയുമായി കരാർ രൂപപ്പെടുത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് മേഖലയിൽ സൈനികാഭ്യാസം തുടർന്ന അമേരിക്കൻ സേന ഇറാന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ചാൽ നേരിടുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന പടയൊരുക്കം ചർച്ച ചെയ്ത റഷ്യയും ചൈനയും. ഇറാന് പുറമെ ഹിസ്ബുള്ള, ഹൂതികൾ, ഹമാസ് എന്നിവയെ നിരായുധീകരിക്കാതെ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സർ അറിയിച്ചു. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ അമേരിക്കൻ അതിർത്തികളിൽ തന്നെ പടക്കപ്പലുകളൊക്കെ എത്തിക്കുന്ന സാഹചര്യമായിരുന്നു. അത് ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ US അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഒരു നേരിട്ടുള്ള യുദ്ധത്തിനുള്ള സാധ്യതയാണോ US അവിടെ തുറന്നു വെക്കുന്നത്? കാരണം ഇറാൻ അത്തരത്തിലുള്ള മറുപടി തന്നെയാണ് US നൽകിയിരിക്കുന്നതും. അനീഷ, പ്രസ്താവന യുദ്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇറാൻ ഇന്നും നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തങ്ങളുടെ സമുദ്ര മേഖലയിലേക്ക് പ്രവേശിച്ചാൽ അമേരിക്കൻ പടക്കപ്പലുകൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് കൂടുതൽ വിപുലമായിട്ടുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ നടക്കുന്നു. പക്ഷേ നയതന്ത്ര തലത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും സംഘർഷം ലഘൂകരിക്കാനും തിരക്കിട്ട നീക്കങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ പുതിയൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഭാഗത്തു നിന്നാണ്. അല്പം മുമ്പാണ് മുഹമ്മദ് ബിൻ സൽമാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചത്. സംഘർഷം വ്യാപിപ്പിക്കാൻ ഉതകുന്ന നീക്കങ്ങളോ നടപടികളോ പ്രതികരണങ്ങളോ ഉണ്ടാകരുതെന്ന് സൗദി കിരീടാവകാശി ഇറാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പ്രതിസന്ധി തീർക്കാൻ ഗൾഫ് മേഖലയുടെ ഭാഗത്തുനിന്ന് സാധ്യമായ എല്ലാ നീക്കവും ഉണ്ടാകുമെന്ന് കൂടി സൗദി കിരീടാവകാശി ഇറാന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങൾ ഇറാനോട് പുലർത്തുന്ന ഈ താല്പര്യത്തിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രത്യേക നന്ദി അറിയിച്ചു. തങ്ങളുടെ കര, വ്യോമ, നാവിക അതിർത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിലയ്ക്കും ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഇന്നലെ UAEയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് തുടരുന്നത്. പക്ഷേ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ഭാഗങ്ങളിലേക്കും മേഖലയിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം അമേരിക്കൻ US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മിക്ക രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അമേരിക്കൻ സേനകളുടെയും അമേരിക്ക മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള സൈനികാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നേറുന്നുണ്ട്. ഇസ്രായേലിലും ഒരു യുദ്ധത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളും ക്രമീകരണമാണ് വിവിധ ഇസ്രായേൽ നഗരങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അപ്പോൾ ഈ സൈനികമായിട്ടുള്ള ഒരു സമ്മർദ്ദം രൂപപ്പെടുത്തി ഇറാനെ തങ്ങളുടേതായിട്ടുള്ള വഴിക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ട്രംപ് നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണം. ആ പ്രതികരണത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും വിപുലമായിട്ടുള്ള പടക്കപ്പലുകളും സൈനിക വ്യൂഹവും ഇറാന്റെ അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഡീൽ നടത്താൻ ഇറാൻ സന്നദ്ധത അറിയിച്ചു എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു ഡീൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നൽകിയ മറുപടി തങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പടി അംഗീകരിക്കുക എന്നതാണ് അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത്തരം ഒരു ഏകപക്ഷീയമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലുമായിട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ഇറാൻ എന്നൊരു രാജ്യം തയ്യാറല്ല എന്ന വളരെ ശക്തമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഇറാൻ പ്രസിഡന്റും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞുരുക്കത്തിനുള്ളൊരു സാധ്യതകൾ പ്രത്യക്ഷത്തിൽ കുറവാണ്. അതേസമയം ഈ സൈനിക സമ്മർദ്ദം വളരെ വിപുലപ്പെടുത്തിക്കൊണ്ടും അത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ടും ഇറാനെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന ഒരു നീക്കത്തിലാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. അനീഷ. നാസർ, ഇറാനും USഉം തമ്മിലുള്ള പ്രശ്നം അത് ഇന്നലെയുമായി തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. അത് വർഷങ്ങളായി തുടരുന്നതാണ്. ഓരോ കാലഘട്ടത്തിൽ ഓരോ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് ആക്രമണത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ US ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ അതൊരു പക്ഷേ US-ന്റെ നേർക്കുള്ള അല്ലെങ്കിൽ US-ന്റെ ഒരു സമ്മർദ്ദതന്ത്രമായിരിക്കില്ലേ? അതോടൊപ്പം തന്നെ നയതന്ത്ര പ്രശ്നപരിഹാരം ഇതിൽ എത്രത്തോളം സാധ്യമാണ്? പ്രത്യേകിച്ച് തങ്ങളുടെ അതിർത്തിയിലൂടെ ഒരു രാജ്യത്തെയും ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്ന UAE ഉൾപ്പെടെ നിലപാടെടുക്കുകയാണ്.
അനീഷ, തീർച്ചയായിട്ടും അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും. അവരുടെ സൈനിക സംവിധാനങ്ങൾ ഈ മേഖലയിൽ വളരെ വിപുലമായ തോതിലുണ്ട്. ഏറ്റവും വലിയ സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലെ ഉദൈദ് വ്യോമതാവളമാണ്. അവിടെ നിന്നുകൊണ്ടുള്ള ഒരു ആക്രമണത്തെ ഒരു നിലയ്ക്കും അംഗീകരിക്കുകയില്ല എന്ന്, ഇറാനെതിരായിട്ടുള്ള നീക്കം ഉണ്ടാവുകയില്ല എന്ന് ഖത്തർ തന്നെ ഇറാന് മുന്നറിയിപ്പ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇറാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഏറ്റവും അടുത്ത ഒരു രാജ്യം എന്ന നിലയ്ക്ക് UAE-യും ആ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തങ്ങളുടെ കരയോ അതോടൊപ്പം തന്നെ തങ്ങളുടെ നാവിക സമുദ്രമോ അതല്ലെങ്കിൽ വ്യോമ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നേരത്തെയൊക്കെ നടന്നതുപോലെ ഈ അതിർത്തികളും സംവിധാനങ്ങളും മറികടന്നുകൊണ്ടുള്ള ഒരു മിന്നലാക്രമണം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമായ ഒരു കാര്യമല്ല. പക്ഷേ ഒരു ദീർഘകാലത്തിലേക്ക്, കാരണം ഇറാൻ ഇതിനോട് ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ ഏത് വിധത്തിൽ പ്രതികരിക്കും എന്നതാണ് ഇതിൽ പ്രധാനം. കൂടുതൽ ശക്തമായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്കായിരിക്കും അത്തരമൊരു നീക്കം കൊണ്ടുപോവുക. അതിന് തങ്ങൾ ശക്തമാണ്, സൈനികമായിട്ട് സുസജ്ജമാണ് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡും അതോടൊപ്പം തന്നെ ഇറാൻ സൈനിക നേതൃത്വവും ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മേഖലയിലെ രാജ്യങ്ങൾക്ക് അതിൽ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ UAE-യും അതോടൊപ്പം തന്നെ ഖത്തറും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിശക്തമായി തന്നെ തുടരുന്നത്. അമേരിക്കയോട്, കാരണം ഇത്തരമൊരു ആക്രമണമോ ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധമോ ഉണ്ടാവുകയാണെങ്കിൽ അത് മേഖലയിൽ അമേരിക്കൻ താല്പര്യങ്ങളെയും തങ്ങളുടെ ആഭ്യന്തര താല്പര്യങ്ങളെയും വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് പകരം ഒരു നയതന്ത്ര പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അനീഷ സൂചിപ്പിച്ചതുപോലെ ആ നയതന്ത്ര പ്രശ്നപരിഹാരം എത്ര കണ്ട് വിജയിക്കും എന്നതാണ് വലിയൊരു ചോദ്യചിഹ്നമായി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. കാരണം ട്രംപ് മനസ്സിൽ എന്താണോ കാണുന്നത്, ട്രംപും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ ഏത് വിധത്തിലുള്ള ഡീലാണ് ഇപ്പോൾ ഇത്തരമൊരു സൈനിക മുന്നൊരുക്കം നടത്തുന്നതിലൂടെ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങളും സംവിധാനങ്ങളുമാണ് ഇപ്പോൾ പോലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിലും അമേരിക്കയും US സെൻട്രൽ കമാൻഡിന്റെ സഹായത്തോടു കൂടി വലിയ സൈനികാഭ്യാസങ്ങളാണ് കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേലും അതോടൊപ്പം തന്നെ മേഖലയിലെ പല രാജ്യങ്ങളും തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് സൗദി കിരീടാവകാശി ഉൾപ്പെടെയുള്ളവർ ഇറാനുമായിട്ട് സംസാരിക്കുന്നതും പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതും. പക്ഷേ ഇതിനോട് അമേരിക്കൻ പ്രസിഡന്റ് ഏത് നിലക്ക് പ്രതികരിക്കും? ഇത്തരമൊരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായാൽ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനും അതുമായി പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കാനും അമേരിക്ക തയ്യാറാകുമോ? ഇസ്രായേൽ അതിന് അമേരിക്കയെ അനുവദിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നിലനിൽക്കുകയാണ്. അനീഷ. യെസ്, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ബന്ദികളുടെ അവസാന അവശേഷിപ്പ് ലഭിച്ചിട്ടും റഫ അതിർത്തി തുറക്കുന്നതിൽ തീരുമാനമെടുക്കാതെ ഇസ്രായേൽ. ഫലസ്തീനികൾക്ക് ലഭിക്കേണ്ട അടിയന്തര സഹായം വൈകിപ്പിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. അതിനിടെ ഇന്നും ഗസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്. ഇന്നുണ്ടായ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അബ്ബാസ്, നോക്കൂ, ഒന്നാം വെടിനിർത്തൽ കരാറിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ബന്ദികളുടെ മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും അത് ഇസ്രായേലിന് കൈമാറുക എന്നുള്ളതായിരുന്നു. പക്ഷെ രണ്ടാം വെടിനിർത്തൽ യാഥാർത്ഥ്യമായ സമയത്തും ഇസ്രായേൽ പറഞ്ഞിരുന്നത് ആ വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കാതെ ആക്രമണം നിർത്തില്ല, റഫ അതിർത്തി തുറക്കില്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് റഫ അതിർത്തി തുറക്കുന്നതിലും ആക്രമണം അവസാനിപ്പിക്കുന്നതിലും ഇസ്രായേൽ ഒരു നിലപാട് സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ ആ വ്യവസ്ഥ അംഗീകരിക്കാത്തത്? അബ്ബാസ്. അനിഷ, ഈ കരാറിൽ ഒക്ടോബർ 11 നിലവിൽ വന്ന സീസ്ഫയർ അഗ്രിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബന്ദികളുടെ അവസാനത്തെ അവശേഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ റഫ അതിർത്തി തുറക്കുമെന്ന ഇസ്രായേലിൻ്റെ നിലപാടായിരുന്നു. എന്നാൽ ഇന്നലെ ബന്ദിയുടെ റാൻ ഗിലി എന്ന് പറയുന്ന അവസാനത്തെ ബന്ദിയുടെ അവശേഷിപ്പും ഇസ്രായേൽ ഭരണകൂടത്തിന് കിട്ടുകയുണ്ടായി. അതവർ ഫോറൻസിക് പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. റാൻ ഗിലി തന്നെയാണെന്ന് മനസ്സിലാക്കി. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഈ അവശേഷിപ്പ് കൂടി കിട്ടിയതോടുകൂടി ഈ ഒക്ടോബർ 7 ആക്രമണവുമായി ബന്ധപ്പെട്ട് എല്ലാ ബന്ദികളുടെയും അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ജീവനോടെയുള്ള ബന്ദികളോ
ഇസ്രായേലിൻ്റെ പക്കലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രതിഫലനം എന്നോണം റഫ അതിർത്തി തുറക്കേണ്ടതാണ്. എങ്കിൽ റഫ അതിർത്തി തുറക്കാനുള്ള യാതൊരുവിധ സജ്ജീകരണമോ തയ്യാറെടുപ്പോ ഇതുവരെ ഇസ്രായേൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഈ ആഴ്ചയോ അല്ലെങ്കിൽ വളരെ വൈകാതെ റഫ അതിർത്തി തുറക്കും. അതും കാൽനട യാത്രക്കാർക്ക് മാത്രമാകും ഇങ്ങനൊരു ഈ അതിർത്തിയിലൂടെ പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്നുള്ളതാണ് ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ നിലപാട്. എന്നാൽ ഹമാസ് ആവശ്യപ്പെടുന്ന പ്രകാരം ഒരു അൺലിമിറ്റഡ് ആക്സസ് ഈ വഴി വേണമെന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം റഫ അതിർത്തി വഴി വേണമെന്നുള്ളതാണ് ഹമാസിൻ്റെ നിലപാട്. ഹമാസിൻ്റേത് മാത്രമല്ല, നിലവിൽ ഡെയിലി ഓപ്പറേഷൻസ് ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂട ഒരു താൽക്കാലിക സമിതിയുടെ നിലപാടും അത് തന്നെയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാൽനട യാത്രക്കാർക്ക് ഈ റഫ അതിർത്തി തുറന്നു കൊടുത്തുകൊണ്ട് മാത്രം ഗസയിലെ പ്രശ്നങ്ങൾ തീരില്ല. ഗസയിലെ പ്രശ്നങ്ങൾക്ക് 1% പോലും പരിഹാരമാവില്ല. ഈ അതിർത്തിയിൽ നിൽക്കുന്ന റഫ ബോർഡറിൽ നിൽക്കുന്ന വലിയ തോതിലുള്ള സഹായങ്ങൾ, അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾ, റീകൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ ഇവയൊക്കെ ഗസയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും റഫ അതിർത്തി വാഹനങ്ങൾക്ക് കൂടി ഒരു വലിയ രീതിയിൽ തുറന്നു കൊടുക്കേണ്ടതിനെങ്കിൽ മാത്രമേ ഈ ഉദ്ദേശിച്ച അർത്ഥത്തിലുള്ള റഫ അതിർത്തി തുറക്കുന്നതുകൊണ്ടുള്ള അതിൻ്റെ ഒരു സാഫല്യം ഉണ്ടാകൂ എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ആ ഒരു നിലപാടിലേക്ക് റഫ അതിർത്തി സമ്പൂർണ്ണമായി തുറക്കുന്ന ഒരു ആലോചനയിലേക്ക് ഇതുവരെ ഇസ്രായേൽ ഭരണകൂടം പോയിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നത് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നെസറ്റിൽ നടത്തിയ ഒരു അഭിസംബോധനയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കലാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ നീങ്ങും. ആ ഒരു ലക്ഷ്യമായിരിക്കും ഇനി ഇവർ മുമ്പോട്ട് വെക്കുക എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുകയാണ്. ഈ സമയത്താണ് റഫ അതിർത്തി തുറക്കാത്തൊരു പ്രശ്നമുള്ളത്. ഗസയിലെ മനുഷ്യരുടെ സാധാരണക്കാരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ലൈനാണ് റഫ ബോർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ AFP-യുമായി സംസാരിക്കവേ ഇന്ന് ഫലസ്തീനിലൊരു പെൺകുട്ടി പറഞ്ഞത്, എനിക്ക് തുർക്കിയിലെ രണ്ട് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, എന്നാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഈ അതിർത്തി കടന്നു വേണം, ഈജിപ്തിൽ എത്തിയിട്ട് വേണം അവർക്ക് പുറത്തേക്ക് യാത്ര സാധ്യമാകാൻ. നമുക്കറിയാം ഗസ എന്ന് പറയുന്നവരുടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള തുറന്ന ജയിൽ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോഴും മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പുറം ലോകവുമായി ബന്ധിപ്പിക്കാനുള്ള ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഈ റഫ അതിർത്തിയാണ്. ഇത് തുറക്കുക എന്നുള്ളത് ഗസയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ കാര്യമാണ്. അത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിത സന്ധാരണം, അതുപോലെ ഗസയുടെ പുനർനിർമ്മാണം, ഗസയിലെ ചികിത്സാ ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ ഈ അതിർത്തി തുറക്കേണ്ടതുണ്ട്. ഇതോടുകൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്നും ഇസ്രായേലിൻ്റെ ക്രൂരത തുടർന്നു എന്നുള്ളതാണ്. അൽത്തുഫ മേഖലയിലാണ് ഇന്ന് 4 പേർ കൊല്ലപ്പെട്ടത്. ഈ ഒക്ടോബർ 11 സീസ്ഫയർ അഗ്രിമെൻ്റ് നിലവിൽ വന്ന ശേഷം 480-ലേറെ ആളുകളാണ് ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തുമാത്രം വിലയാണ് ഇസ്രായേൽ ഈ ഒരു സീസ്ഫയർ അഗ്രിമെൻറ്റിന്, ഈ ഒരു വെടിനിർത്തൽ കരാറിന് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കിതിൽ കാണാൻ സാധിക്കും. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടത്, ഇന്ന് അതിശൈത്യം മൂലം ഒരു കുഞ്ഞുകൂടി ഗസയിൽ മരണപ്പെട്ടു. ഒരു മിസൈൽ വേണ്ട, ഒരു തണുപ്പോ ഒരു മഴയോ ഉണ്ടായാൽ ഗസയിലെ ജീവിതം നിലച്ചു പോകുമെന്നുള്ള അവസ്ഥയിലാണ് ഗസയിലെ ജനത, ഫലസ്തീനികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനീഷ, ശരി, മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ അധിക ചുങ്കം ഇന്ത്യൻ ഭക്ഷ്യോൽപാദക കമ്പനികളെ മിഡിൽ ഈസ്റ്റിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നു. ദുബൈയിൽ പുരോഗമിക്കുന്ന ഗൾഫ് ഫുഡിൽ ഈ പ്രവണത വ്യക്തമാണ്. മുൻ വർഷത്തേക്കാൾ ഇരട്ടി ശേഷിയിലാണ് ഇന്ത്യൻ സ്ഥാപനങ്ങൾ ഇക്കുറി മേളയിൽ അണിനിരക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യോൽപാദന കയറ്റുമതി 15,000 കോടിയിലെത്തുമെന്ന് പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി ഗൾഫ് ഫുഡിൽ പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിന്റെ പങ്കാളിത്ത രാജ്യമാണ് ഇത്തവണ ഇന്ത്യ. 25 സംസ്ഥാനങ്ങളിൽ നിന്നായി 161 പ്രദർശകരാണ് ഇത്തവണ ഗൾഫ് ഫുഡിൽ എത്തിയിരിക്കുന്നത്. ഗൾഫ് ഫുഡ് നടക്കുന്ന ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും എക്സ്പോ സിറ്റിയിലും ഇന്ത്യൻ ഭക്ഷ്യസ്ഥാപനങ്ങളുടെ മേൽക്കൈ ശ്രദ്ധേയമാണ്. ഭാരതി പവലിയൻ എന്ന പേരിൽ 100-ലധികം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളും ഗൾഫ് ഫുഡിന്റെ ഭാഗമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യോൽപാദക സംഘങ്ങളും അതോറിറ്റികളും മേളയിലുണ്ട്.
ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി 15,000 കോടിയിലെത്തിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ഏതാണ്ട് 10,000 crore rupees എക്സ്പോർട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഞങ്ങളായപ്പോൾ അതിൻ്റെ CEO ആയിട്ട് നജിമുദ്ദീനായി സംസാരിച്ച് അത് 15,000 crore ആക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾക്ക് UP, ബീഹാർ, പഞ്ചാബ്, മഹാരാഷ്ട്ര ഈ സ്ഥലങ്ങളിലൊക്കെ ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്. ഇപ്പം ഞാൻ ദാവോസിൽ വെച്ച് ആസാമിൻ്റെ ചീഫ് മിനിസ്റ്ററായി സംസാരിച്ചു, ഗുജറാത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായി സംസാരിച്ചു, ഹിമാചൽ ചീഫ് മിനിസ്റ്ററായി. അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് നിങ്ങൾ വന്ന് ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ട്രംപിന്റെ അധിക ചുങ്കം തിരിച്ചടിയാകുന്നത് ഭയന്ന് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്ക് ആദ്യമായി എത്തിയ സ്ഥാപനങ്ങൾ മേളയിൽ നിരവധിയാണ്. പഞ്ചാബിൽ നിന്നുള്ള ഈ തേൻ ഉൽപാദകരും അമേരിക്കൻ വിപണിയിലെ തിരിച്ചടി മറികടക്കാനാണ് ഇക്കുറി ഗൾഫ് ഫുഡിലെത്തിയത്. The US is bulk market. So that's why all the buyers, right, all the exporters, all the suppliers, they were focusing on the US market only. But due to that tariff decision, right, everybody was, suffering for the past 1 year. Okay. So now everybody is slowly moving to the Gulf market or some other markets like this. ഇന്ത്യൻ പവലിയന്റെ ഉദ്ഘാടനം കാർഷിക ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതി അതോറിറ്റി ചെയർമാൻ അഭിഷേക് ദേവ് നിർവഹിച്ചു. ചെറുകിട സംരംഭകരും സ്റ്റാർട്ടപ്പുകളുമടക്കം 600 ഇന്ത്യൻ കമ്പനികൾ ഇക്കുറി ഗൾഫ് ഫുഡിൽ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെന്ന് അബുദാബി ഇന്ത്യൻ എംബസി അറിയിച്ചു. ട്രംപിന്റെ അധിക ചുങ്കത്തെ തുടർന്ന് കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ US വിട്ട് ഗൾഫിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തവണത്തെ ഗൾഫ് ഫുഡ്. യാസർ അറഫാദിനൊപ്പം ഷീനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. രണ്ടാമത് മിഡിൽ ഈസ്റ്റ് സ്പേസ് കോൺഫറൻസിന് നാളെ സമാപനമാകും. ജനുവരി 26-ന് ആരംഭിച്ച പരിപാടിയുടെ ആദ്യ ദിനം തന്നെ ഒമാനും അമേരിക്കയും തമ്മിൽ ബഹിരാകാശ പര്യവേഷണ രംഗത്ത് നിർണായകമായ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഒമാൻ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയവും നോവ സ്പേസും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ ഉച്ചകോടിയിൽ 20 രാജ്യങ്ങളിൽ നിന്നായി 450-ലധികം പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട്. AI ഉൾപ്പെടെ സൗദി വിപണിയിൽ സൃഷ്ടിക്കുന്ന ആഘാതത്തിന്റെ ഇരുവശങ്ങളും പരിശോധിക്കുമെന്ന് ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസ്. 2 ദിനം നീണ്ടുനിന്ന സമ്മേളനം വിപണിയിലെ വിവിധ വിഷയങ്ങളും തൊഴിൽ മേഖല മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിയമങ്ങളും ചർച്ച ചെയ്തു. തൊഴിൽ മേഖലയും സേവനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ രാജ്യങ്ങളിലെ കമ്പനികളുമായി സൗദി അറേബ്യ 45-ലധികം ധാരണാപത്രങ്ങളും സഹകരണ കരാറുകളും ഒപ്പിട്ടു. റിയാദിൽ അവസാനിച്ച സമ്മേളനത്തിൽ മീഡിയ 1 മാധ്യമ പങ്കാളിയായിരുന്നു. സമ്മേളനത്തിൽ നിന്നും വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരും. സൗദി അറേബ്യ നേതൃത്വം നൽകിയ 2 ദിവസം നീണ്ടുനിന്ന ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിന് ഇന്ന് സമാപനമാവുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് AI വിപണിയിലുണ്ടാക്കിയ പ്രത്യാഘാതം, ഗുണങ്ങൾ, ഇതാണ് ഈ കോൺഫറൻസിൻ്റെ 2 ദിന ചർച്ചയിൽ കാര്യമായി പ്രധാന വിഷയമായി ഉയർന്നു നിന്നത്. പ്രത്യേകിച്ച് വിവിധ അന്താരാഷ്ട്ര കമ്പനികൾ നിരവധി ജീവനക്കാരെ പിരിച്ചുവിടുന്ന സാഹചര്യം AIയുടെ കടന്നുവരവോടെ ഉണ്ട്. പ്രത്യേകിച്ച് ആമസോണിൽ ഉൾപ്പെടെ കഴിഞ്ഞ ആഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ വിഷയമാണ്. അത് സൗദി അറേബ്യയിൽ ഉൾപ്പെടെ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ഏത് തരത്തിലായിരിക്കും, അത് ഏതെല്ലാം തരത്തിൽ മറികടക്കാൻ ശ്രമിക്കണം എന്നുള്ളതായിരുന്നു ഈ ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന്, വ്യത്യസ്തമായ രീതിയിൽ ആഗോളതലത്തിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, അത് മറികടക്കാനുള്ള പരിഹാരങ്ങളും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളുമാണ് ഈ ചർച്ചയിൽ ഉയർന്നത്. ഏതാണ്ട് 40 രാഷ്ട്രങ്ങളുടെ തൊഴിൽ മന്ത്രിമാരാണ് ഈ 2 ദിനമായി നീണ്ടുനിന്ന ഗ്ലോബൽ ലേബർ മാർക്കറ്റ് കോൺഫറൻസിൽ പങ്കെടുത്തത്. വ്യത്യസ്ത കമ്പനികളുമായി 45-ലധികം കരാറുകളും ഈ സമ്മേളനത്തിൽ വെച്ച് ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ AI ഉൾപ്പെടെയുള്ള മേഖലകൾ, അതോടൊപ്പം തന്നെ വിവിധ റിക്രൂട്ട്മെൻറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ട കരാറുകൾ, ഇതെല്ലാമാണ് ഈ കരാറുകളിൽ ഉയർന്നു വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സൗദി അറേബ്യയുടെ തൊഴിൽ വിപണിയുമായി ബന്ധപ്പെട്ട പരിഷ്കരണങ്ങൾ. അത് തുടരുമെന്ന് കഴിഞ്ഞ ദിവസം സൗദി തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ റാജി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ തൊഴിൽ മേഖലയിൽ കൊണ്ടുവരേണ്ട പരിഷ്കരണങ്ങൾ, അതിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാറ്റങ്ങൾ, ഈ തരത്തിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്പോർട്സ് ഉൾപ്പെടെയുള്ള വിവിധ കായിക പദ്ധതികൾക്കുമെല്ലാം തന്നെ നേതൃത്വം നൽകുന്ന ഒരു സമയം കൂടിയാണ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തൊഴിൽ വിപണിയിലും തൊഴിൽ മേഖലയിലും പുതുതായി തൊഴിലാളികൾ കടന്നു വരുന്ന സമയങ്ങളിലുമെല്ലാം തന്നെ അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ, അവർക്കുള്ള ചട്ടങ്ങൾ, അവർക്കുള്ള മാനദണ്ഡങ്ങൾ, ഇതെല്ലാം തന്നെ ഈ 2 ദിന ചർച്ചയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിലനിന്നിട്ടുണ്ട്.
ഈ സമ്മേളനത്തിൻ്റെ മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ നേരിട്ടുള്ള വിപണിക്ക് പകരം സമാന്തരമായി പോകുന്ന, അതായത് തൊഴിൽ വിപണിയിൽ നേരിട്ടില്ലാതെ നികുതിയൊന്നും നൽകാതെ നിൽക്കുന്ന സമാന്തര വിപണികളുണ്ട്. ഈ വിപണി ഏതെല്ലാം തരത്തിലായിരിക്കും നിലവിലുള്ള, അതായത് ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോകുന്ന വിപണിയെ ബാധിക്കുക, ഈ തരത്തിലുള്ള ചർച്ചകളും ഈ 2 ദിവസ സമ്മേളനത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്നു. ഏതായിരുന്നാലും ഇന്ന് സമ്മേളനം അവസാനിക്കുമ്പോൾ 40 രാജ്യങ്ങളിലെ മന്ത്രിമാരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലെ മന്ത്രിമാർ, അതോടൊപ്പം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ മന്ത്രിമാർ, അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ വിവിധ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട വേദികളുടെ മേധാവിമാർ എല്ലാവരും തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തിയിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അംബാസിഡറും ഈ കോൺഫറൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഏക മാധ്യമ പങ്കാളിയായി മീഡിയ വണ്ണും ഈ സമ്മേളനത്തിൻ്റെ 2 ദിവസമായുള്ള സെഷനുകളിൽ ഭാഗമായിരുന്നു. CPM-ലേക്ക് എന്ന അഭ്യൂഹം തള്ളി ശശി തരൂർ. കോൺഗ്രസുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തോട് സമയം വരുമ്പോൾ സംസാരിക്കാമെന്ന് മറുപടി. പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തിനോട് പറയും, അതിനുള്ള അവസരം വരുമെന്നാണ് വിശ്വാസമെന്നും ശശി തരൂർ പറഞ്ഞു. ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാം കാര്യം, ഇത് ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ ഹിന്ദിയിൽ പറയുമ്പോൾ റോസി റോട്ടിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ പറയാനുള്ള വിഷയങ്ങളൊക്കെ എൻ്റെ പാർട്ടി നേതൃത്വത്തോടെ നേരിട്ട് പറയുള്ളൂ. അതിൻ്റെ അവസരം വരും, എനിക്കൊരു സംശയമില്ല. പാർലമെന്റ് സമയത്തോടെ എല്ലാവരും ഉണ്ടല്ലോ. മാധ്യമക്കാരുടെ മുമ്പിൽ അവർക്ക് അവരോട് പറഞ്ഞൂടെ. ശശി തരൂരിനെ CPM-ലേക്ക് എത്തിക്കാൻ താൻ ചർച്ച നടത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യവസായി MA യൂസഫ് അലി. വിദേശയാത്രയ്ക്കിടെയാണ് ഇങ്ങനെ റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ എത്തുന്നതിന് മുമ്പ് പറഞ്ഞ യൂസഫ് അലി എന്നാണ് ശശി തരൂർ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇപ്രാവശ്യം. അദ്ദേഹത്തിന് കഴിഞ്ഞ 6 മാസം മുമ്പ് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അനാവശ്യമായ ഗോസിപ്പുകൾ ഇവിടെ ഈ ഗൾഫിലുള്ള പത്രക്കാർ ചെയ്യരുത്. നാട്ടിനായാലും ശരി, അവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഷിനോജ് ശംസുദ്ദീനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിനോജ്, ശശി തരൂർ ഒരു പ്രമുഖ വ്യവസായിയുമായി ചർച്ച നടത്തിയെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷം MA യൂസഫ് അലി പറയുന്നു താൻ അത്തരത്തിൽ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല, അത് വെറും ഗോസിപ്പുകൾ മാത്രമാണ് എന്ന് MA യൂസഫ് അലി പറയുന്നു. ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നും സമാന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് വരുന്നത്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂരിന് അതൃപ്തിയുണ്ട് എന്ന കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ. ഇപ്പോൾ ഇതിലൂടെയൊക്കെ മാധ്യമ സൃഷ്ടി എന്ന് പറഞ്ഞ് ശശി തരൂർ തള്ളുകയാണ് ഈ വാർത്തകൾ. എന്താണ് ഈ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത് ഷിനോജ്? കഴിഞ്ഞ ഞായറാഴ്ച തുടക്കമിട്ട ഒരു അഭ്യൂഹത്തിനാണ് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് തന്നെ ശശി തരൂർ മാധ്യമങ്ങളെ കാണാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. മാധ്യമപ്രവർത്തകർ ശശി തരൂരിനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്താനായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾക്ക് നേരെ മുന്നിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹത്തെ സമീപിച്ചവരോട് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ല, കാരണം താനൊരു വിദേശ രാജ്യത്താണ് ഉള്ളത്, അതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. താനും ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു വിമാനയാത്രയിലായിരുന്നു, വാർത്തയിൽ നിന്നാണ് ഇങ്ങനെ CPM-ലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ആ വാർത്തകളെ അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അഭ്യൂഹം ഈ കഴിഞ്ഞ 2 ദിവസമായി ഇങ്ങനെ തുടരുകയായിരുന്നു. ഇന്നാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്തായാലും CPM-ലേക്ക് ഇല്ല എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വത്തോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അതോടൊപ്പം ഒരു വ്യവസായിയാണ് ഇതിന് മുൻകൈ എടുത്തത് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അത് MA യൂസഫ് അലിയിലേക്ക് എത്തി. മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന വ്യവസായി അത് MA യൂസഫ് അലിയാണ് എന്നുള്ള നിലയ്ക്ക് പല ചാനലുകളിലും വാർത്തകൾ വന്നു. ഇന്ന് MA യൂസഫ് അലിയും അക്കാര്യം നിഷേധിക്കുകയാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ യാത്രയിലായിരുന്നു. ഇതേപോലെ വിമാനയാത്ര കഴിഞ്ഞ് എത്തുമ്പോഴാണ് ശശി തരൂരുമായി ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ കാണുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ശശി തരൂരിനെ കണ്ടിട്ടില്ല. 6 മാസം മുമ്പാണ് ശശി തരൂരുമായി താൻ കാണുകയും സൗഹൃദം പുതുക്കുകയൊക്കെ ചെയ്തത്. ഈ അടുത്തൊന്നും താൻ ശശി തരൂരിനെ കണ്ടിട്ടില്ല. ഇത്തരം വാർത്തകൾ പടച്ചു വിടരുത്, മാധ്യമ പ്രവർത്തകരാരും കാര്യങ്ങൾ അറിയാതെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നൊരു നിലയ്ക്കൊരു പ്രതികരണമാണ് MA യൂസഫ് അലി ഇന്ന് ഗൾഫ് ഫുഡിൽ നടത്തിയത്. അലീഷ. യെസ്.
ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിൽ ദന്തചികിത്സാ മേഖലയിലെ സ്വദേശിവൽക്കരണം 55% ഉയർത്തി. 3 അതിൽ കൂടുതലോ ദന്ത ഡോക്ടർമാരുള്ള സ്ഥാപനങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുക. സ്വദേശികളായ ദന്ത ഡോക്ടർമാരുടെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയിലെ ഡെന്റൽ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണത്തിന്റെ 2ാം ഘട്ടമാണ് ആരംഭിച്ചത്. ദന്തചികിത്സാ മേഖലയിലെ സ്വദേശിവൽക്കരണ നിരക്ക് 55% വർദ്ധിപ്പിച്ചു. 3 അതിലധികമോ ദന്ത ഡോക്ടർമാരും ജീവനക്കാരുമുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണ്. സൗദി ദന്ത ഡോക്ടർമാർക്ക് കുറഞ്ഞ മാസശമ്പളം 9,000 റിയാൽ ഉറപ്പാക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രൊഫഷണൽ ലൈസൻസ് ഉള്ളവരെ വേണം ജോലിക്ക് നിശ്ചയിക്കാൻ. രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ സ്വദേശി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ പിഴയും മറ്റ് നിയമ നടപടികളും ഉണ്ടാകും. സ്വദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങളും പിന്തുണയും സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ പ്രവാസികൾക്ക് വ്യക്തിഗത ഉപയോഗത്തിനായി പരമാവധി 3 വാഹനങ്ങൾ സ്വന്തമാക്കാൻ അനുമതി നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ട്രാഫിക് ബോധവൽക്കരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ബൗഹാസനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മോട്ടോർ സൈക്കിളുകൾ, പിക്കപ്പ് ട്രക്കുകൾ, മറ്റ് സ്വകാര്യ കാറുകൾ എന്നിവ ഈ പരിധിയിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രാഫിക് പിഴ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടെത്തുന്ന വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ബാങ്ക് വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും കൈക്കലാക്കുകയാണ് ഇത്തരം സന്ദേശങ്ങളുടെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സന്ദേശങ്ങൾ പൂർണ്ണമായും അവഗണിക്കണമെന്നും ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യരുതെന്നും നിർദ്ദേശം നൽകി. പിഴ അടയ്ക്കേണ്ടത് സർക്കാർ ഏകീകൃത ആപ്പായ സഹൽ വഴിയോ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മാത്രമാണെന്നും വ്യക്തമാക്കി. വിമാനത്തിനുള്ളിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളും ഡിജിറ്റൽ സൗകര്യങ്ങളും ഒരുക്കി റിയാദ് എയർ. കമ്പനിയുടെ വിമാനങ്ങളിൽ സേവനമൊരുക്കുന്നതിന് നിയോ എയറോസ്പേസുമായി കരാറിലെത്തി. NSG സ്കൈ വേവ് സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക. സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയറാണ് യാത്രക്കാർക്ക് ഇന്റർനെറ്റ് ഡിജിറ്റൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ എയർലൈൻ എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവെച്ചാണ് കമ്പനിയുടെ പ്രഖ്യാപനം. വിമാനത്തിനുള്ളിൽ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങളും ഡിജിറ്റൽ സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിനായി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലുള്ള നിയോ എയറോസ്പേസ് ഗ്രൂപ്പ്, നാഷണൽ കൊമേഴ്ഷ്യൽ സ്പേസ് സർവീസസ് കമ്പനി എന്നിവയുമായി എയർലൈൻസ് പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. എയർബസ് A321 കാറ്റഗറി വിമാനങ്ങളിലാണ് സേവനം ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കുക. 300 Mbps വേഗതയുള്ള അൾട്രാ ഫാസ്റ്റ് കണക്ടിവിറ്റിയാണ് ഒരുക്കുക. ലൈവ് സ്ട്രീമിംഗ്, ഗെയിമിംഗ്, മെസ്സേജിംഗ്, ബ്രൗസിംഗ് ഒപ്പം ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും കണക്ടിവിറ്റി പ്രയോജനപ്പെടുത്താനാകും. ഈ വർഷം 2ാം പകുതിയിൽ പുറത്തിറങ്ങുന്ന വിമാനം ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള നിരവധി നൂതന സാങ്കേതിക വിദ്യകളോട് കൂടിയതായിരിക്കുമെന്ന് റിയാദ് എയർലൈൻസ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആദം ബൗക്കാദിദ പറഞ്ഞു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. കിങ് ഫഹദ് കോസ്വേ വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇനി മുതൽ അതിവേഗ ഇന്റർനെറ്റ് സൗജന്യമായി ആസ്വദിക്കാം. കോസ്വേയിലെ ഡിപ്പാർച്ചർ പ്രോസസിംഗ് ഏരിയകളിൽ സൗജന്യ വൈഫൈ സൗകര്യം ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. വിനിമയ കേന്ദ്രങ്ങളിലെ പുറപ്പെടൽ വിഭാഗത്തിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഇടങ്ങളിലും വൈഫൈ ലഭ്യമാണ്. കുവൈത്തിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. അബ്ദാലിയിൽ 35 മില്ലിമീറ്ററും സബ്രിയയിൽ 14 മില്ലിമീറ്ററും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 7 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. ന്യൂനമർദ്ദ സംവിധാനങ്ങളുടെ സ്വാധീന ഫലമായാണ് നിലവിലെ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമെന്ന് വിശദീകരണം. താപനിലയിൽ കുറവുണ്ടാകാനും മണിക്കൂറിൽ 60 കിലോമീറ്റർ മുകളിൽ വേഗതയുള്ള വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. നാളെ മുതൽ വ്യാഴാഴ്ച വരെ മക്ക അടക്കമുള്ള സൗദിയുടെ വിവിധ ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് മുന്നറിയിപ്പ്. നാളെ വൈകുന്നേരം മുതലായിരിക്കും മഴ തുടങ്ങുക. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ച വൈകുന്നേരം മുതലായിരിക്കും മഴ തുടങ്ങുക. വ്യാഴാഴ്ച വരെ അഥവാ 2 ദിവസം മഴ തുടരും. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് മുന്നറിയിപ്പ്. അസീർ, അൽബഹ, ജീസാൻ, മക്ക പ്രവിശ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് മഴ പെയ്യുക. ഖസീം, റിയാദ് പ്രവിശ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലേക്കും മഴ വ്യാപിക്കും. ജീസാന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, അബഹ ഉൾപ്പെടെയുള്ള അസീറിലെ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മഴ പെയ്യും. മക്ക പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിലും മഴയെത്തുമെന്നും മുന്നറിയിപ്പിലുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.
കുവൈത്തിൽ ബേബി ഫോർമുല ഉൽപ്പന്നങ്ങളുടെ ചില ബാച്ചുകൾ മുൻകരുതൽ നടപടിയായി പിൻവലിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അറിയിച്ചു. അയർലൻഡിൽ നിർമ്മിച്ച ഡാനോൺ കമ്പനിയുടെ അപ്റ്റാമിൽ അഡ്വാൻസ് ബ്രാൻഡിൽ സെറുലൈഡ് സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. റാപ്പിഡ് അലർട്ട് സിസ്റ്റം ഫോർ ഫുഡ് വഴി ലഭിച്ച അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പിൻവലിക്കൽ ആരംഭിച്ചത്. ബാച്ച് നമ്പർ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുന്ന ഉൽപ്പന്നങ്ങളുടെ വിതരണം ഉടൻ നിർത്താൻ വിതരണക്കാർക്ക് നിർദ്ദേശം നൽകി. കുവൈത്തിലെ ഫർവാനിയയിൽ കഴിഞ്ഞ വർഷം 5122 ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്തതായി കുവൈത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു. പബ്ലിക് ഹൈജീൻ റോഡ് ഒക്യുപ്പൻസി വകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം 3312 വാഹനങ്ങൾ ഉടമകൾക്ക് വിട്ടു നൽകിയതായും അറിയിച്ചു. റോഡ് കയ്യേറ്റം കുറയ്ക്കാനും പൊതു ശുചിത്വ നിയമം പാലിക്കാനുമായി 24 മണിക്കൂർ പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുകയാണെന്നും വകുപ്പ് ഡയറക്ടർ മുഹമ്മദ് അൽ ജബ്ബ പറഞ്ഞു. മകളെ സന്ദർശിക്കാൻ ഒമാനിലെ സലാലയിലെത്തിയ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. ആലപ്പുഴ തകഴി സ്വദേശി രമേശനാണ് മരിച്ചത്. ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കോഴിക്കോട് നാദാപുരം വാണിമേൽ സ്വദേശി കുഞ്ഞിപ്പറമ്പത്ത് കുഞ്ഞബ്ദുള്ള ഹാജി ദോഹയിൽ മരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. കുവൈത്തിൽ നിയമവിരുദ്ധമായി വീട്ടിൽ ഭക്ഷണം വിളമ്പിയിരുന്ന സ്ഥാപനത്തിനെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചു. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനും ആഭ്യന്തര മന്ത്രാലയവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച സ്ഥാപനം പിടിച്ചെടുത്തത്. പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമുള്ള നടപടികളുടെ ഭാഗമായാണ് ഇടപെടലെന്ന് PAFN അറിയിച്ചു. അംഗീകൃത ആരോഗ്യ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് സ്ഥാപനം പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ 5ാമത് ലോക കേരള സഭ ഈ മാസം 29, 30, 31 തീയതികളിൽ തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ നടക്കും. പ്രവാസികളുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ എത്തിക്കാനും സംസ്ഥാന വികസനത്തിൽ പ്രവാസി പങ്കാളിത്തം ഉറപ്പാക്കാനുമാണ് ലക്ഷ്യം. കുവൈത്തിൽ നിന്ന് 11 അംഗങ്ങൾ സഭയിൽ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കലാ കുവൈത്ത്, കേരള അസോസിയേഷൻ, വനിതാവേദി, മലയാളം വിഷൻ, പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം, NCP ഓവർസീസ് സെൽ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികളാണ് സംഘത്തിൽ. ലോക കേരള സഭ ബഹിഷ്കരിക്കുമെന്ന് KMCC ബഹ്റൈൻ. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട പ്രവാസികളെ വഞ്ചിക്കുകയും അതിലൂടെ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന നാടകമാണ് ലോക കേരള സഭ ലക്ഷ്യം വെക്കുന്നത് എന്ന് KMCC ബഹ്റൈൻ കുറ്റപ്പെടുത്തി. പ്രവാസി വിഷയങ്ങൾ പരിഹരിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്ന ഈ മാമാങ്കം കൊണ്ട് സാധിച്ചിട്ടില്ല. സർക്കാരിന്റെ ഒരു ധൂർത്തായി മാത്രമേ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ എന്നും ഈ പ്രഹസനത്തിന് KMCC കൂട്ടുനിൽക്കില്ല എന്നും പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളികുളങ്കര എന്നിവർ കൂട്ടിച്ചേർത്തു. ഖത്തർ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽസ് കൗൺസിൽ IPPC ആനുവൽ കണക്ട് എന്ന പേരിൽ വാർഷിക സംഗമം സംഘടിപ്പിച്ചു. ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. അൺലോക്കിംഗ് പൊട്ടൻഷ്യൽ ആക്സലറേറ്റിംഗ് ഗ്രോത്ത് ഇൻ ഖത്തർ എന്ന പ്രമേയത്തിലായിരുന്നു പരിപാടി. നിക്ഷേപം, സുസ്ഥിര സാമ്പത്തിക വികസനം തുടങ്ങിയ മേഖലകളിൽ ഖത്തറിൽ അവസരങ്ങളുടെ പുതിയ സാധ്യതകൾ അന്വേഷിക്കുന്നത് കൂടിയായി സംഗമം. ഖത്തറും ഇന്ത്യയും തമ്മിൽ വിവിധ മേഖലകളിൽ തുടരുന്ന സഹകരണം വരും വർഷങ്ങളിൽ ശക്തിപ്പെടുത്താൻ ബിസിനസ് സമൂഹം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ദീർഘകാല ചരിത്രമുണ്ട്. വ്യാപാരമാണ് അതിന് ശക്തമായ അടിത്തറയിട്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. IBPC പ്രസിഡന്റ് താഹ മുഹമ്മദ് സംഘടനയുടെ നേട്ടങ്ങൾ വിശദീകരിച്ചു. ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ അഹമ്മദ് മുഹമ്മദ് അൽ നസർ, ഇൻവെസ്റ്റ് ഖത്തർ പ്രതിനിധി മുഹമ്മദ് അൽ മുല്ല, ഖത്തർ ഡെവലപ്മെന്റ് ബാങ്കിലെ ഖാലിദ് അബ്ദുള്ള അൽമന, അബു ഈസ ഹോൾഡിംഗ് ഗ്രൂപ്പ് പ്രതിനിധി അഷ്റഫ് അബു ഈസ എന്നിവർ പങ്കെടുത്ത പാനൽ ചർച്ചയും അരങ്ങേറി. മീഡിയ 1 ദോഹ. ഷാർജ ഗോൾഡ് സൂക്കിൽ പതിറ്റാണ്ടുകൾ ജോലി ചെയ്ത സുഹൃത്തുക്കൾ നാട്ടിൽ ഒത്തുചേർന്നു. ഷാർജ സൂക്ക് നൊസ്റ്റാൾജി എന്ന പേരിൽ പാനൂർ ഏലാങ്കോടാണ് പഴയ സഹപ്രവർത്തകരും ഒത്തുചേർന്നത്. 1980-ൽ തുടങ്ങിയ ഷാർജ ഗോൾഡ് സൂക്കിൽ പതിറ്റാണ്ടുകൾ സ്വർണവും അത്തറും പരവതാനികളും വിൽപ്പന നടത്തിയിരുന്നവരും അവിടെ ജോലിയെടുത്തിരുന്നവരും ഇപ്പോൾ ജോലി തുടരുന്നവരുമൊക്കെയാണ് ഷാർജ സൂക്ക് നൊസ്റ്റാൾജി എന്ന പേരിൽ ഏലാങ്കോട് ഒത്തുചേർന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തി. മനസ്സ് നിറഞ്ഞൊരു പരിപാടിയാണിത്. വർഷങ്ങൾ ഷാർജയിലെ ഏറ്റവും പ്രമുഖമായ ഒരു മാർക്കറ്റിനകത്ത് ഒന്നിച്ച് ജീവിച്ച, പരസ്പരം ബന്ധപ്പെടുകയും സഹകരിക്കുകയും ദുഃഖവും സന്തോഷവും ഒക്കെ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച
എല്ലാ ആളുകളും കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്ന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സൂക്കന സാധ്യ എന്ന നിലയ്ക്കുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇത്രയും വിജയിപ്പിക്കാൻ സാധിച്ചുള്ള വളരെ സന്തോഷമുണ്ട്. നന്നായിട്ട് നമ്മുടെ പ്രതീക്ഷിച്ചതിനായിട്ട് നന്നായിട്ട് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഭാവിയിൽ ഇതെന്താ വെച്ചാൽ നമ്മളൊരു ഒരു കൂട്ടായ്മ എന്നതിലുപരി നമ്മൾ സമൂഹത്തിനും സമുദായത്തിനും എന്താ പറയുക എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ ചെയ്യാണ്ടി പറ്റും എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷദ് ടീച്ചർ സംഗമം ഉദ്ഘാടനം ചെയ്തു. PP അബൂബക്കർ അധ്യക്ഷനായിരുന്നു. ഖത്തർ റേഡിയോ മുൻ ഡയറക്ടർ A. യതീന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മീഡിയ 1 ഷാർജ. കർണാടകയിലെ ബഡ്കൽ അഞ്ജുമാൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഗോള സംഗമം അബുദാബിയിൽ നടന്നു. മിലാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികൾക്കും കുടുംബത്തിനുമായി വിപുലമായ സാംസ്കാരിക പരിപാടികളും വിനോദ പരിപാടികളും ഒരുക്കിയിരുന്നു. കുവൈത്തിൽ നടക്കുന്ന 22ാമത് ഏഷ്യൻ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കുവൈത്ത് ദേശീയ ടീം ജർമ്മനിയിൽ നടക്കുന്ന IHF ലോകകപ്പിന് യോഗ്യത നേടി. നിർണായക മത്സരത്തിൽ ദക്ഷിണ കൊറിയയെ 31-27 കുവൈത്ത് പരാജയപ്പെടുത്തി. ഈ വിജയത്തോടെ ടൂർണമെന്റിന്റെ സെമി ഫൈനലിലും കുവൈത്ത് ഇടം പിടിച്ചു. ഗ്രൂപ്പ് A മെയിൻ റൗണ്ടിലെ അവസാന മത്സരത്തിൽ ആദ്യ പകുതിയിൽ 15-14 പിന്നിലായിരുന്ന കുവൈത്ത് രണ്ടാം പകുതിയിൽ ആധിപത്യം നേടി ജയിച്ചു. ലോകകപ്പ് യോഗ്യത നേടിയ ടീം അംഗങ്ങൾക്ക് BNK ഹോൾഡിംഗ് ഗ്രൂപ്പ് ചെയർമാൻ ബദർ നാസർ അൽ ബറാഫി ഓരോരുത്തർക്കും 2000 കുവൈത്ത് ദിനാർ സമ്മാനം പ്രഖ്യാപിച്ചു. സൗദിയിൽ FMCG ഹോൾസെയിൽ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിന്താൾ ട്രേഡിംഗ് കമ്പനിയുടെ പുതിയ ശാഖയ്ക്ക് റിയാദിൽ തുടക്കമായി. ഹോൾസെയിൽ മേഖലയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഗ്രൂപ്പിന്റെ സേവനം ചെറുകിട വ്യാപാരികൾക്ക് കൂടി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സിന്താൾ ഗ്രൂപ്പ് ചെയർമാൻ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗദിയിൽ 15 വർഷത്തിലേറെ പാരമ്പര്യമുണ്ട് സിന്താൾ ട്രേഡിംഗ് കമ്പനിക്ക്. FMCG ഹോൾസെയിൽ വിതരണ മേഖലയിലാണ് പ്രവർത്തനം. ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ശാഖയ്ക്കാണ് റിയാദിലെ ദാറുൽ ബൈദയിൽ തുടക്കമായത്. സൗദിയിലെ ബിസിനസ് വ്യാപനത്തിന്റെ ഭാഗമായി ചെറുകിട ഹൊറീക്ക മേഖലയിലേക്ക് കൂടി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. സിന്താൾ കമ്പനിയുടെ ചരിത്രത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് നമ്മൾ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റിയാദിൽ പുതിയൊരു അധ്യായം സ്റ്റാർട്ടാവുകയാണ്. ചെറുകിട വ്യാപാരികൾക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് പ്രീമിയം പ്രൊഡക്റ്റുകൾ അഫോർഡബിൾ പ്രൈസിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റിയാദിലെ ദാറുൽ ബൈദയിൽ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത്. സിന്താൾ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ഹമീദ് അബ്ദുൽ ഖാലിഖ് ഇസ്മായിൽ അൽമാസ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ണർമാരായ അബ്ദുൾ മുനീർ, ഫിറോസ് ബാബു, മുഹമ്മദ് സമീർ, അബ്ദുൽ ഖാദർ, പർച്ചേസ് മാനേജർ അബ്ദുൽ സലാം, ഓപ്പറേഷൻ മാനേജർ സഫർ ഇക്ബാൽ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. 2026 കമ്പനിയുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ഓൺ ബ്രാൻഡുകളായ നെൽറ്റ, ഗോൾഡൻ ഗ്രെയിൻ എന്നീ ബ്രാൻഡുകളിൽ വിവിധ ഇനം ഫുഡ് പ്രോഡക്റ്റ് കമ്പനി മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡുകൾ ഏറ്റവും മിതമായ നിരക്കിൽ ലഭ്യമാക്കും. നിലവിൽ സൗദിയിലെ പ്രധാന നഗരങ്ങളിലടക്കം 7ലധികം ബ്രാഞ്ചുകൾ സിന്താളിന്റേതായി പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേക സെയിൽസ് പോയിന്റുകളും നിലവിലുണ്ട്. കമ്പനിയുടെ റീറ്റെയിൽ മേഖലയിലേക്കുള്ള ഫസ്റ്റ് കാൽവെപ്പാണ്. ഇതോടനുബന്ധിച്ച് മറ്റുള്ള മേജർ സിറ്റികളിലേക്കൊക്കെ വൈകാതെ ഞങ്ങളുടെ പ്രസൻസ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സമീപ ഭാവിയിൽ സൗദിയിൽ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങാനും സ്വന്തം ബ്രാൻഡിൽ വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യാനുമാണ് ഗ്രൂപ്പിന്റെ പദ്ധതി. മീഡിയ 1 റിയാദ്. ഒമാനിലെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡിനുള്ള അപ്പെക്സ് മീഡിയയുടെ ഒമാൻ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് അവാർഡ് നേടി അവിസൻ ഫാർമസി. പൊതുജനങ്ങളിൽ നിന്ന് പരമാവധി വോട്ട് നേടി ഫാർമസി ബ്രാൻഡായാണ് അവിസനെ തെരഞ്ഞെടുത്തത്. പുരസ്കാരം ജനങ്ങൾ അവിസന് നൽകിയ അംഗീകാരമാണെന്ന്, കൂടുതൽ ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണെന്നും മാനേജ്മെന്റ് പറഞ്ഞു. This year's Oman's most trusted brand in the pharmaceutical category is Avicen Pharmacy. സുൽത്താനറ്റിലെ പബ്ലിഷിംഗ് ഹൗസുകളിലൊന്നായ അപെക്സ് മീഡിയയാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. പൊതുജനങ്ങളിൽ നിന്ന് പരമാവധി വോട്ട് നേടുന്ന ബ്രാൻഡുകൾക്കാണ് ഒമാന്റെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡ് പുരസ്കാരം ലഭിക്കുക. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ മന്ത്രാലയത്തിലെ വിദേശ വ്യാപാര അന്താരാഷ്ട്ര സഹകരണ ഉപദേഷ്ടാവ് പങ്കജ് കിംജിയിൽ നിന്ന് അവിസൻ മാനേജിംഗ് ഡയറക്ടർ നിസാർ എടുത്തുംജാലിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷബീർ അലി കൊന്നാല എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. ഓപ്പറേഷൻ ഹെഡ് വിനു കൊണ്ടാറമ്പാട്ട്, ബ്രാൻഡ് മാനേജർ യാസർ അഷ്റഫ്, ഡോക്ടർ നാസിയ നവാസ്, ഹനാൻ അൽ ബലൂഷി, മുഹമ്മദ് നിയാസ്, ഇബ്രാഹിം അൽ ബുസൈദി തുടങ്ങിയവർ സംബന്ധിച്ചു.
ഗുണനിലവാരവും ഉപഭോക്തൃ വിശ്വാസവും മുൻനിർത്തിയുള്ള സേവനങ്ങളാണ് അവിസിനെ ഒമാനിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഫാർമസി ബ്രാൻഡായി ഉയർത്തിയതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. അവിസൻ ഫാർമസിയുടെ തുടക്കം തൊട്ടുള്ള വാല്യൂസ് കീപ്പ് ചെയ്യുന്നതിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ട്രസ്റ്റ് എന്നുള്ളത്. പ്രോമിസ് ചെയ്ത് എന്താണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് എപ്പോഴും ക്വാളിറ്റി ആൻഡ് കെയർ ആണ്. ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ അവാർഡ് 15 വർഷമായിട്ടുള്ള നമ്മളുടെ യാത്രയിൽ നമ്മളെ വിശ്വസിച്ച് നമ്മളെ ട്രസ്റ്റ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും അതുപോലെയുള്ള എല്ലാ ടീം മെമ്പേഴ്സിനും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും സമർപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 15 വർഷമായി സുൽത്താനിലെ ആരോഗ്യ സേവന രംഗത്ത് മുൻനിരയിൽ പ്രവർത്തിച്ചു വരുന്ന അവിസന് സലാല ഒഴികെ ഒമാനിലുടനീളം 45 ശാഖകളാണുള്ളത്. ഉയർന്ന നിലവാരമുള്ളതും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയും 3500-ലധികം ഉൽപ്പന്നങ്ങളാണ് അവിസൻ സുൽത്താനിലുടനീളമുള്ള തങ്ങളുടെ ശാഖകളിലൂടെ വിതരണത്തിന് എത്തിക്കുന്നതെന്നും മാനേജ്മെന്റ് പറഞ്ഞു. പ്രിസ്ക്രിപ്ഷൻ സേവനങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, വെൽനസ് ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നുണ്ട്. ആരോഗ്യ സേവനങ്ങൾ വീട്ടുപടിയിൽ എത്തിക്കുന്ന സേവനമായ അവിസൻ ആപ്പും അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു. മീഡിയ 1 മസ്കത്ത്. ഗൾഫ് ഫുഡ് പ്രദർശനത്തിന്റെ 31ാമത് എഡിഷന് ദുബായിൽ തുടക്കമായി. കഴിഞ്ഞ വർഷങ്ങളേക്കാൾ കൂടുതൽ സജ്ജീകരണങ്ങളോടെയാണ് ഇത്തവണ മേള ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യ ഇത്തവണ ഔദ്യോഗിക പങ്കാളി രാജ്യം കൂടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ ഗൾഫ് ഫുഡിന് ദുബൈയിൽ തുടക്കമായി. ചരിത്രത്തിലാദ്യമായി ഇത്തവണ 2 വേദികളിലായാണ് ഗൾഫ് ഫുഡ് നടക്കുന്നത്. ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിലും ദുബൈ എക്സ്പോ സിറ്റിയിൽ 195 രാജ്യങ്ങളിൽ നിന്നായി 8500 പ്രദർശകർ ഇത്തവണ എത്തിയിട്ടുണ്ട്. 1.5 ദശലക്ഷത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മേളയിൽ പരിചയപ്പെടുത്തുന്നത്. ഡയറി, മാംസം, പാനീയങ്ങൾ തുടങ്ങി ഭക്ഷ്യരംഗത്തെ എല്ലാ മേഖലകളും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതാണ് മേള. ഗൾഫ് ഫുഡിന്റെ ചരിത്രത്തിലാദ്യമായി ഇത്തവണ പാർട്ട്ണർ കൺട്രി എന്ന പദവിയോടെ ഇന്ത്യ ഗൾഫ് ഫുഡിലേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 600-ലധികം കമ്പനികളാണ് ഇത്തവണ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നും നിരവധി പ്രമുഖ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഗൾഫ് ഫുഡിലേക്ക് എത്തിയിട്ടുണ്ട്. വേൾഡിലുള്ള ഒരുവിധം എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാവും. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും, കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇവിടെ കയറിയാൽ തന്നെ നമുക്ക് ഒരുപാട് ബിസിനസ് ഐഡിയാസ് വരും, ഒരുപാട് പ്രോഡക്ട്സ് കിട്ടും. അപ്പം എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു platform. We give halal certificate for manufactured company and food companies. So we have we are a global company, have different branches in the world. It's very good because it's very different countries, different cultures. So in our business it's very good and it's help us very well. മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് ഫീൽ ആയിട്ടുള്ളത്. കുറച്ചുകൂടി വലുതാണ്. ജനുവരി 30 വരെ നീണ്ടു നിൽക്കുന്ന മേളയിലേക്ക് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും തിരക്കൊഴിവാക്കാനും സന്ദർശകർ മെട്രോ ഉപയോഗിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. റെഡ് ലൈൻ ഉപയോഗിച്ച് വേൾഡ് ട്രേഡ് സെന്ററിലേക്കും 2ാം വേദിയായ എക്സ്പോ 2020 സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യാം. നഗരത്തിൽ നിരവധി പാർക്കിംഗ് സൗകര്യങ്ങളും ഫ്രീ ഷട്ടിൽ ബസ് സർവീസുകളും RTA സജ്ജീകരിച്ചിട്ടുണ്ട്. പലർക്കും പലതാണ് ഗൾഫ് ഫുഡ്. ചിലർക്ക് പുതിയ രുചികൾ പരീക്ഷിക്കാനുള്ള ഇടം, ചിലർക്ക് പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാനും തങ്ങളുടെ ബിസിനസ്സുകൾ വളർത്താനുമുള്ള ഇടം, ചിലർക്ക് ചില സൗഹൃദങ്ങൾ വീണ്ടും ഒന്നുകൂടെ കണ്ടുമുട്ടാനുള്ള ഇടം. ദുബൈയിൽ നിന്ന് യാസർ അർഫാത്തിനൊപ്പം അക്ഷയ് പെരാവൂർ, മീഡിയ 1.